ഡോക്ടേഴ്സിൻ്റെ കാറിൻ്റെ പുറകിൽ നിങ്ങൾ ഒരു എംബ്ലം കണ്ടിട്ടുണ്ടോ? ഒരു വടിയിൽ ചുറ്റിപ്പിണഞ്ഞു കിടക്കുന്ന രണ്ട് പാമ്പുകൾ. ഇതിൻ്റെ ഉത്ഭവം ഗ്രീക്ക് മിത്തോളജിയിൽ നിന്നാണ്. എന്നാൽ ഇതിന് ഭാരതീയ മനഃശാസ്ത്രത്തിലെ അല്ലെങ്കിൽ താന്ത്രിക പാരമ്പര്യത്തിലെ ചിലതുമായി ചില സാമ്യങ്ങളുണ്ട്. സുഷുമ്ന നാഡിയുടെ ചുറ്റും രണ്ട് വശത്തുമായി നിൽക്കുന്ന ഇട, പിങ്കള എന്നീ നാഡികളുമായി ഇതിന് സാദൃശ്യമുണ്ട്. അതിൻ്റെ ഏറ്റവും അടിയിലായി കുണ്ടലിനി ശക്തി ഉണ്ടത്രേ. നമ്മളുടെ ബ്രെയിൻ ബോധത്തിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ബുദ്ധിയെ സംബന്ധിച്ചിടത്തോളം രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന് നമ്മളുടെ നിയന്ത്രണത്തിൽ പ്രവർത്തിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ, എന്നാൽ ചിലത് അങ്ങനെയല്ല, നമ്മളുടെ നിയന്ത്രണത്തില്ലാതെ പെട്ടെന്ന് പ്രവർത്തിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മളൊരു ബസ് വന്നു കയറുക, പെട്ടെന്ന് നമ്മൾ ബസ്സിൻ്റെ മുമ്പിലേക്ക് ചാടുന്നു, പെട്ടെന്ന് നമ്മൾ തിരിച്ചു ചാടും. അല്ലെങ്കിൽ നമ്മൾ വീഴാൻ തുടങ്ങുന്നു, പെട്ടെന്ന് തന്നെ നമ്മൾ വീഴുന്നതിന് ബാലൻസ് ചെയ്യും. ഇതൊന്നും നമ്മളുടെ ബ്രെയിനിന് കൃത്യമായി അറിഞ്ഞുകൊള്ളണമെന്നില്ല. അതിനെ പ്രവർത്തിപ്പിക്കുന്ന ഒരു സിസ്റ്റമുണ്ട്. അങ്ങനെ ഒരു സിസ്റ്റം നമ്മളുടെ എല്ലാ വേഗപ്രവർത്തനങ്ങളെയും, അതായത് നമ്മളുടെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ചുമയ്ക്കുക, തുമ്മുക, അങ്ങനെയുള്ള പല പ്രവർത്തനങ്ങളെയും ഇതിന് നിയന്ത്രണമുണ്ട്. അതിനെപ്പറ്റി നമ്മൾക്ക് ഒന്ന് ചിന്തിച്ച് നോക്കാം. ഞാൻ ഡോക്ടർ അനൂപ് വാര്യർ, ആയുർവേദ മനഃശാസ്ത്രജ്ഞനാണ്. ഇവിടെ വിഷ്ണു സഹസ്രനാമം തുടങ്ങുന്നത് ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശൻ എന്ന് തുടങ്ങിയ ധ്യാനശ്ലോകത്തോടുകൂടിയാണ്. ശാന്തനായിട്ട് അനന്ത നാഗത്തിൻ്റെ പാമ്പിൻ്റെ പുറത്ത് കിടക്കുന്നത്. എങ്ങനെയാണ് ഒരാൾക്ക് ശാന്തനായി പാമ്പിൻ്റെ പുറത്ത് കിടക്കാൻ പറ്റുക? അങ്ങനെയുള്ള ആളാണ് പത്മനാഭം, ക്രിയേറ്റർ ഓഫ് ദ ക്രിയേറ്റർ. ഒന്നിനെ സൃഷ്ടിക്കുന്നവനെ സൃഷ്ടിച്ചെടുക്കുന്നവൻ. സുരേശൻ, ലോർഡ് ഓഫ് ലോർഡ്സ്, നേതാക്കന്മാരിൽ നേതാവ്, അല്ലെങ്കിൽ എല്ലാത്തിനെയും മാനേജ് ചെയ്യാൻ കഴിയുന്ന ഒരാളായിട്ട് പാമ്പിൻ്റെ പുറത്ത് കിടക്കുന്ന മഹാവിഷ്ണുവിനെ കാണുകയാണ്. അതുപോലെ തന്നെ കൃഷ്ണൻ്റെ അവതാരത്തിൽ നമുക്ക് കാണാം കാളിയമർദ്ദനം, അതായത് പാമ്പിൻ്റെ മുകളിൽ നൃത്തം ചവിട്ടുന്ന കൃഷ്ണൻ. അതുപോലെ തന്നെ ശിവസങ്കല്പത്തിലും വാസുകി എന്ന് പറയുന്ന നാഗത്തിനെ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്നതായി കാണുന്നു. ഇതിൽ തന്നെ നമുക്ക് ചിന്തിച്ചറിയാം, നമ്മുടെ വിശ്വാധാരം, വിശ്വത്തിൻ്റെ ആധാരമായിട്ടുള്ളത്, അത് വിഷ്ണു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ അനന്തത മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നവനെന്നാണ്. നമുക്ക് നാഗങ്ങളെ പറ്റി ചിന്തിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അഷ്ടാംഗ സംഗ്രഹത്തിൻ്റെ ഏറ്റവും തുടക്കത്തിൽ പറയുന്ന ഒരു ശ്ലോകം കൂടിയാണ്. തൃഷ്ണാ ദീർഘമസദ്വികൽപ്പ ശരസം പ്രദ്വേഷ ചഞ്ചൽഫണം. തൃഷ്ണയാകുന്ന നീളത്തോടുകൂടിയ, ദേഷ്യമാകുന്ന ഭണത്തോടുകൂടിയ, കാമവും ക്രോധവുമാകുന്ന വിഷത്തോടുകൂടിയ, തർക്കമാകുന്ന പല്ലുകളോടുകൂടിയ, അനുരാഗമാകുന്ന തീക്ഷ്ണമായ നോട്ടത്തോടുകൂടിയ, മോഹമാകുന്ന വായോടുകൂടിയ, ആ ചിത്തമാകുന്ന ഉരകം, മനസ്സാകുന്ന പാമ്പ്, അതിനെപ്പറ്റിയാണ് അവിടെ പ്രതിപാദിക്കുന്നത്. പ്രജ്ഞാമന്ത്രബലേന യത് ശമിതവാൻ ബുദ്ധായ തസ്മൈ നമഃ. ബുദ്ധൻ ആ പ്രജ്ഞയാകുന്ന മന്ത്രത്തോടുകൂടി, പ്രജ്ഞ എന്ന് പറഞ്ഞാൽ ബുദ്ധി, ബോധം, ഈ ബോധത്തിൻ്റെ പ്രജ്ഞാനത്തിൻ്റെ സഹായത്തോടുകൂടി, അല്ലെങ്കിൽ പ്രജ്ഞ ആകുന്ന മന്ത്രം എന്ന് പറഞ്ഞാൽ തന്നെ മനനാത്രായതേ, മനനം കൊണ്ട് ത്രാണനം ചെയ്യുന്നവൻ. പ്രജ്ഞയാണ് മന്ത്രം, ബുദ്ധിയാണ് നമ്മളുടെ മന്ത്രം.
നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ നമ്മളുടെ ബോധത്തിൽ വിചാരിക്കുമ്പോൾ, ആ ബുദ്ധിയെ ഉപയോഗിച്ച് ഈ മനസ്സാകുന്ന, ചിത്തമാകുന്ന പാമ്പിനെ ആരാണോ നിയന്ത്രിക്കുന്നവൻ? ബുദ്ധൻ. അതായത് ബോധം ഉള്ളവൻ ഇപ്രകാരമാണ് ചെയ്യുന്നത്. ബുദ്ധി ഉപയോഗിച്ച് മനസ്സിനെ നിയന്ത്രിക്കുന്നു. നമ്മളുടെ നാഗാരാധനയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചിന്തിച്ചാൽ അറിയാം, ഇവിടെ നമ്മുടെ പല അലർജി കണ്ടീഷൻസിനും കാരണമായിട്ട് വരുന്നത്, അല്ലെങ്കിൽ സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സിന് കാരണമായിട്ട് വരുന്നത് മനസ്സിൻ്റെ അസ്വസ്ഥതയാണ്. ഇപ്പോൾ സ്കിൻ ഡിസീസ് പോലെ, അല്ലെങ്കിൽ മാനസിക പ്രശ്നങ്ങൾക്കും അതുപോലെ ലൈംഗിക രോഗങ്ങൾക്കും ഒക്കെ കാരണമായി വരുന്നത് പ്രധാനമായും മനസ്സിൻ്റെ പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ നാഗാരാധന എന്ന് പറയുന്നത് നമ്മളുടെ മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന വേഗങ്ങളോടുള്ള ഒരു ആരാധനയാണ്. അത് നമ്മളുടെ മാനസിക വേഗങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ശാരീരികവും മാനസികവുമായ വേഗങ്ങളുണ്ട്. ശാരീരിക വേഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ മൂത്രമൊഴിക്കുക, ചുമക്കുക, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മളുടെ ശാരീരിക വേഗങ്ങളാണ്. മാനസിക വേഗങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം, സങ്കടം തുടങ്ങിയ അങ്ങനെയുള്ള വികാരങ്ങളാണ്. ഈ വികാരങ്ങളെ നമുക്ക് എപ്രകാരമാണോ നമ്മൾ ഉപയോഗിക്കുന്നത്, അതാണ് അതിൻ്റെ നമ്മൾക്ക് ജീവിതത്തിന് വിജയിക്കാൻ പറ്റുന്നത്. അതിനാണ് നാഗാരാധന എന്ന് പറയുന്നത്. നമുക്ക് ഈ മനസ്സാകുന്ന നാഗത്തിനെ നിയന്ത്രിക്കാൻ നമുക്ക് എങ്ങനെയാണ് സാധിക്കുന്നത്? ഇപ്പോൾ നാഗാരാധനയിൽ തന്നെ ഉപയോഗിക്കുന്നതെന്നാണ് ഈ മഞ്ഞപ്പൊടി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് മഞ്ഞപ്പൊടി ഉപയോഗിക്കുന്നത്? മഞ്ഞളെന്ന് പറയുന്നത് ആയുർവേദത്തിൽ വിഷഹരമായി പറയുന്നു. മാത്രമല്ല, ഇപ്പോൾ എല്ലാ ഇതിലും നോക്കിക്കഴിഞ്ഞാലും അലർജി കണ്ടീഷൻസിൽ ഏറ്റവും പറ്റുന്ന ഒരു കാര്യമാണ് മഞ്ഞൾ ഉപയോഗിച്ചാൽ എല്ലാ അലർജികളെയും മാറ്റാൻ പറ്റും. മനസ്സിനെ നിയന്ത്രിക്കുന്നതിലൂടെയാണ് ഈ ശാന്തനായിരിക്കുന്ന ആൾക്കാണ് ഭയഹരം, ഭയത്തിനെ ഇല്ലാതാക്കാൻ പറ്റുന്നത്. നമ്മുടെ മനസ്സിനെ ഇല്ലാതാക്കണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ശാന്തനായിരിക്കണം, മൈൻഡ് കാമായിരിക്കണം. മനസ്സ് കാമായിരുന്നാലാണ് നമുക്ക് നമ്മളുടെ ശാരീരിക രോഗങ്ങളെ കൂടി നിയന്ത്രിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ഈ കുണ്ടലിനിയെ ഉണർത്തുക എന്നൊക്കെ പറയുന്നതിനെപ്പറ്റി ആധികാരികമായി പറയാൻ നമുക്ക് പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കുണ്ടലിനിയെ ഉണർത്തിയ ആളല്ല, അല്ലെങ്കിൽ അത് സാധിക്കുമോ എന്നുള്ളതിനെപ്പറ്റി പറയാനും എനിക്കറിയില്ല. പക്ഷെ നമ്മളുടെ മനസ്സിനെ ശാന്തമാക്കുന്നതിന് നമ്മൾക്ക് എപ്രകാരം സാധിക്കുമോ അപ്രകാരമാണ് നമ്മളുടെ വിജയം. ഇപ്പോൾ നമ്മളുടെ ഇതിൽ തന്നെ പുത്രോത്പാദനവുമായി ബന്ധപ്പെട്ടും, അല്ലെങ്കിൽ സൗഭാഗ്യങ്ങൾക്കൊക്കെ ഈ മനസ്സിൻ്റെ നിയന്ത്രണം എന്ന് പറയുന്നത്, മനസ്സിനെ എപ്രകാരമാണോ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്രകാരമാണ് നമുക്ക് സൽപുത്ര ജന്മം ഉണ്ടാകുന്നത് എന്നാണ് ആയുർവേദത്തിൻ്റെ സിദ്ധാന്തം. അതുപോലെ തന്നെ എല്ലാ രോഗങ്ങളെയും നിയന്ത്രിക്കുന്നത് പോലെ തന്നെ ഈ സർപ്പത്തിന് പ്രപഞ്ച താളവുമായി ഒരു ബന്ധമുണ്ട്, പ്രകൃതിയുമായും ഒരു ബന്ധമുണ്ട്. നമ്മളുടെ നാഗക്കാവുകളെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് നമ്മളുടെ പ്രകൃതിയുടെ സംരക്ഷണം കൂടിയാണ്. ഈ നമ്മളുടെ 3 ഋണങ്ങളെ പറ്റി പറയും. 3 ഋണങ്ങൾ എന്ന് പറഞ്ഞാൽ പിതൃഋണം, ദേവഋണം, ഋഷിഋണം എന്നിവയാണ്. പിതൃഋണം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ധർമ്മേണ ഉത്പാദയ പ്രജകളെ ഉൽപ്പാദിപ്പിക്കുക, സന്താനോത്പാദനം എന്ന് പറയുന്നതാണ്. ദേവഋണം, ഋഷിഋണം എന്ന് പറയുന്നതും ഇതുപോലെ തന്നെ നമ്മളുടെ പ്രകൃതിയെ സംരക്ഷിക്കുന്നതും നമ്മളുടെ ജോലികൾ വൃത്തിയായി ചെയ്യുന്നതും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ടതാണ്. ഇതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ മനസ്സ്വസ്ഥ്യം ഉണ്ടാവുക. പ്രപഞ്ച താളവും മനസ്സിൻ്റെ താളവും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട്. പ്രപഞ്ചവും മനസ്സും ഏകീകരിക്കുന്ന ഒരു സിസ്റ്റമാണ് നാഗാരാധന എന്ന് പറയുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മാത്രമല്ല ഈ സന്ദേശം എല്ലാവർക്കും എത്തിക്കാൻ ഇത് ഷെയർ ചെയ്യുക.
താങ്ക് യു.